സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ്. വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മന്നൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം 200 mg സ്വർണം സമ്മാനം. ഓരോ 50,000 രൂപയുടെ സ്റ്റഡഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം 400 mg സ്വർണം സമ്മാനം. കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ. ഈ ഓണം പൊന്നോണമാക്കൂ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും 50% വരെ പണിക്കൂലിയിൽ കിഴിവ്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ 30% വരെ കിഴിവ്. ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം. ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനം 100 പവൻ, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക് 2.25 കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഇനി വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ LED ടിവികൾ. കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ. IPS പാനൽ, QLED, ബാർ സൗണ്ട്, വോയിസ് റിമോട്ട്. നൗറ 4K റെസൊല്യൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 വർഷത്തെ വാറണ്ടിയും ഹോം സർവീസും ലഭ്യമാണ്. പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ LED ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു. ഏവർക്കും നൗറയുടെ ഓണാശംസകൾ. നൗറ LED TV, കണക്റ്റിംഗ് എക്സ്പീരിയൻസ്. നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃത മണൽക്കടത്ത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നിലമ്പൂർ പോലീസ് പിടികൂടിയത് 7 വാഹനങ്ങൾ. മമ്പാട്, പൊങ്ങലൂർ കടവുകളിൽ നിന്ന് അനധികൃതമായി മണലൂറ്റൽ നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത്. പൂക്കോട്ടുപാടം പന്നിക്കോട് ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. ഇന്ന് രാവിലെ 10:45ഓടെയാണ് സംഭവം. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പരിശോധന നടത്തി. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും എക്സൈസ് റേഞ്ച് ഓഫീസും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് സംഘവും പോലീസ് ഡോഗ് സ്ക്വാഡും സംയുക്തമായാണ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിലും നാടുകാണി ചുരത്തിലും വാഹന പരിശോധന നടത്തിയത്. നെടുങ്കയം ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പാലത്തിൽ ഓടിക്കളിക്കുന്നതിനിടെ കരിമ്പുഴയിൽ വീണ 2.5 വയസ്സുകാരനെ പോലീസ് ഓഫീസർ രക്ഷപ്പെടുത്തി. 2.5 വയസ്സുകാരൻ ഇരുമ്പഴികൾക്കിടയിലൂടെ കരിമ്പുഴയിലേക്ക് വീഴുകയായിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന ആരോപണവുമായി PV അൻവർ MLA. അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ തുടരാൻ അനുവദിച്ച് കേസ് അന്വേഷിക്കുന്നത് തന്നെ കുടുക്കാൻ വേണ്ടിയാണെന്നും അൻവർ. വാർത്തകൾ വിശദമായി. അനധികൃത മണൽക്കടത്ത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നിലമ്പൂർ പോലീസ് പിടികൂടിയത് 7 വാഹനങ്ങൾ. മമ്പാട്, പൊങ്ങലൂർ കടവുകളിൽ നിന്ന് അനധികൃതമായി മണലൂറ്റൽ നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത്.
ഇന്നലെ അനധികൃതമായ മണൽ കടത്തിയ ലോറി മമ്പാട് കൂളിക്കൽ പള്ളിയുടെ സമീപത്ത് വച്ചാണ് പിടികൂടിയത്. മമ്പാട് പഞ്ചായത്തിലെ മമ്പാട് പൊങ്ങല്ലൂർ കടവുകളിൽ അനധികൃത മണലൂരി നടക്കുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മനോജ് പറയട്ടയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 7ഓളം മണൽ കടത്തിയ വാഹനങ്ങൾ പിടികൂടിയത്. അനധികൃത മണൽ ഖനനം നടത്തിയതിന് മമ്പാട് പൊങ്ങല്ലൂർ പ്രദേശത്തെ കടവുകളിൽ നിന്നായി 7 മണൽ വണ്ടികൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലെ നിലമ്പൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രദേശത്ത് വ്യാപകമായി ഈ മണലൂറ്റല് നടക്കുന്നുണ്ട് എന്നുള്ള പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ക്വാഡ് രൂപീകരിച്ചാണ് ഈ മണൽ വണ്ടികളെ പിടികൂടിയിട്ടുള്ളത്. പൊതുജനങ്ങളോട് പോലീസിന് പറയാനുള്ളത്, ഈ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിന് വിവരം കൈമാറുകയാണെങ്കിൽ തുടർന്ന് എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം മണലെടുപ്പുകാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സന്നദ്ധമാണ് എന്നുള്ളതാണ്. മറ്റ് പ്രദേശങ്ങളിലെ അനധികൃത മണൽക്കടത്തിനെ കുറിച്ച് പൊതുജനങ്ങൾ പോലീസിന് വിവരം കൈമാറുകയാണെങ്കിൽ ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാകുമെന്ന് CI മനോജ് പറയട്ട പറഞ്ഞു. പൂക്കോട്ടുംപാടം പന്നിക്കോട് ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. ഇന്ന് രാവിലെ 10:45ഓടെയാണ് സംഭവം. അമരമ്പലം വില്ലേജിലെ പന്നിക്കോട് പെരിഞ്ചൂർ ഭാഗത്തായിട്ട് ഏതാണ്ട് ഒരു 10-15ഓളം വീടുകളിൽ ഏതാണ്ട് ഒരു 10:45 ആയപ്പോൾ ഭൂമി കുലുക്കത്തിന് സമാനമായ തോതിൽ, ചെറിയ തോതിൽ, സാധാരണ ഇടി മുഴക്കം പോലുള്ള ഇടികളൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന പോലെ ജനത ധരിക്കുന്നതായിട്ടും മേൽക്കൂര ആയിട്ടുള്ള ഷീറ്റുകളൊക്കെ ധരിക്കുന്നതായിട്ടും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ പോലും അത് ചെറിയ തോതിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അമരമ്പലം പഞ്ചായത്തിലെ 15ാം വാർഡിൽ പന്നിക്കോട് ഭാഗത്താണ് ഇടിമുഴക്കം പോലെ ശബ്ദം അനുഭവപ്പെടുകയും ചെറിയ രീതിയിൽ തരിപ്പുണ്ടാവുകയും ചെയ്തത്. പരിസര പ്രദേശങ്ങളിൽ 11ഓളം വീടുകളിൽ ഇതേ അനുഭവം ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. 10:45 കൂടിയിട്ട് ഞങ്ങളുടെ പുറത്തു പോയി വന്നാണ് വീട് തുറന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പം ഒരു മൊത്തത്തിലൊരു കുലുങ്ങണ പോലെ ഒരു സൗണ്ട്, ജനലൊക്കെ ഭയങ്കര സൗണ്ടിൽ പൊട്ടിക്കഴിഞ്ഞുണ്ടല്ലോ തരിക്കല്, അതുപോലെ തരിപ്പ് വന്നു. പിന്നെ അപ്പൊ തന്നെ അടുത്തുള്ള വീടുകളൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് ആർക്കും അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു കുലുക്കം അനുഭവപ്പെട്ടു. എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല, ഒരു വിളിച്ചോ വെള്ളമൊന്നും ഉണ്ടായില്ല, ഒരു കുലുക്കം പോലെ. അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. പൂക്കോട്ടുംപാടം പോലീസ് അടക്കം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പരിശോധന നടത്തി. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും എക്സൈസ് റേഞ്ച് ഓഫീസും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് സംഘവും പോലീസ് ഡോഗ് സ്ക്വാഡും സംയുക്തമായാണ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിലും നാടുകാണി ചുരത്തിലും വാഹന പരിശോധന നടത്തിയത്. ഓണം പ്രമാണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത പരിഗണിച്ച് 75ഓളം വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. മയക്കുമരുന്നുകൾ തിരിച്ചറിയുന്നതിനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച സ്നിഫർ ഡോഗാണ് ലൈക്ക. അന്തർ സംസ്ഥാന റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളും ചരക്ക് ലോറികളും പാഴ്സൽ ഗുഡ്സുകളും പ്രൈവറ്റ് കാറുകളും ഇരുചക്ര വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി. നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് ARന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഹരികൃഷ്ണൻ M, പ്രശാന്ത് PK, പ്രിവന്റീവ് ഓഫീസർമാരായ പ്രദീപ്, രഞ്ജിത്ത്, ഷെരീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ്, റിജു, ദിനേശ്, സവിൻ ദാസ്, എബിൻ സണ്ണി, ഹാഷിർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷീന, ആഞ്ചലിൻ എന്നിവരും പോലീസ് ഡോഗ് ട്രെയിനർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഡ്രൈവർ അനീഷ് എന്നിവരും പങ്കെടുത്തു. നെടുങ്കയം ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പാലത്തിൽ ഓടിക്കളിക്കുന്നതിനിടെ കരിമ്പുഴയിൽ വീണ 2.5 വയസ്സുകാരനെ പോലീസ് ഓഫീസർ രക്ഷപ്പെടുത്തി. 2.5 വയസ്സുകാരൻ ഇരുമ്പഴികൾക്കിടയിലൂടെ കരിമ്പുഴയിലേക്ക് വീഴുകയായിരുന്നു. കരുളായി നെടുങ്കയം ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പാലത്തിൽ ഓടിക്കളിക്കുകയായിരുന്ന 2.5 വയസ്സുകാരൻ ഇരുമ്പഴികൾക്കിടയിലൂടെ കരിമ്പുഴയിലേക്ക് വീണു. ആ സമയം അവിടെയുണ്ടായിരുന്ന നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജിരാജ് ഉടൻ തന്നെ പുഴയിലേക്ക് എടുത്തുചാടി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പാലത്തിൽ നിന്നും 50 അടിയോളം താഴ്ചയിലേക്കാണ് സജിരാജ് കുട്ടിയെ രക്ഷപ്പെടുത്താനായി എടുത്തുചാടിയത്. പുഴയിലെ വെള്ളമുള്ള ഭാഗത്ത് വീണതിനാൽ കുട്ടിക്ക് അപകടമൊന്നും സംഭവിച്ചില്ല. ആത്മാർത്ഥമായി കർത്തവ്യ നിർവഹണം നടത്തിയ പോലീസുകാരന് അഭിനന്ദന പ്രവാഹമാണിപ്പോൾ. കേരളത്തിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന ആരോപണവുമായി PV അൻവർ MLA. അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ തുടരാൻ അനുവദിച്ച് കേസെടുക്കുന്നത് തന്നെ കുടുക്കാൻ വേണ്ടിയാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തിക മേഖലയിൽ ഇവർ നടത്തിയ കള്ളക്കളികളാണ് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത്.
പക്ഷേ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വക്കും മൂലയെ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അധികം വൈകാതെ ബാക്കി തെളിവുകൾ കൂടി കിട്ടുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ അതിപ്രമാദമായ രാഷ്ട്രീയ കേസുകൾ, രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ, ഒരു മുന്നണിയെ, പാർട്ടിയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള കേസുകൾ അന്വേഷണം നടത്തി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ, ജനങ്ങൾ ഇന്നതായിരിക്കും സത്യമെന്ന് കരുതിയിരുന്ന കാര്യത്തിന് വിപരീതമായി അങ്ങനെയല്ല എന്ന് ചില കേസുകൾ അട്ടിമറിക്കപ്പെട്ട് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അത്തരം കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അന്തം വിട്ട് നിന്ന ചില കേസുകളുണ്ട്. കേസുകളുടെ പേരിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയും ADGP അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ്. തനിക്ക് വല്ലതും സംഭവിച്ചാലും തെളിവുകൾ ഇല്ലാതാക്കില്ലെന്നും എല്ലാ തെളിവുകളും തിരിച്ചു വരുമെന്നും അൻവർ പറഞ്ഞു. എല്ലാ പരിധിയും അജിത് കുമാറും സംഘവും ലംഘിച്ചിട്ടുണ്ട്. ക്രിമിനൽ സംഘത്തിൽ ഇനിയും പല വൻ മീനുകളും ഉണ്ടെന്നും അവരെയെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും അൻവർ വ്യക്തമാക്കി. മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി മാവോയിസ്റ്റ് മേഖലയിലെ SP-മാർക്ക് ഫോൺ ചോർത്തുവാൻ അധികാരമുണ്ട്. മാവോയിസ്റ്റുകളെ നേരിടുന്നതിനുള്ള 2 കേന്ദ്രങ്ങളിലൊന്ന് അരീക്കോടാണ്. അരീക്കോട് MSP ഓഫീസ് കോമ്പൗണ്ടിലെ ഒരു ഭാഗത്താണ് ഫോൺ നിരീക്ഷിക്കുന്ന കേന്ദ്രമുള്ളത്. 3 ഉദ്യോഗസ്ഥരാണ് അവിടെയുള്ളത്. ആരുടെ ഫോണുകൾ വേണമെങ്കിലും അവിടെ വെച്ച് ചോർത്താം. ഫോൺ ചോർത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. സ്വർണ്ണക്കടത്തിനിടെ പിടിയിലായ യുവാവിൽ നിന്നും സുജിത് ദാസ് സ്വർണം തട്ടിയെടുത്തതായി വ്യക്തമായ തെളിവുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഫോൺ കോൾ സന്ദേശം ചോർത്തിയതിന്റെ വിവരങ്ങൾ സ്വർണ്ണക്കടത്തുകാരന് ലാപ്ടോപ്പ് വഴി സുജിത് ദാസ് കേൾപ്പിച്ചു കൊടുത്തുവെന്നും അൻവർ പറഞ്ഞു. പിടികൂടിയ 10 കിലോ സ്വർണത്തിൽ 7 കിലോയും സുജിത് ദാസും സംഘവും കൈക്കലാക്കി. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൂപ്പുകാരിയുടെ ശബ്ദം വരെ സുജിത് ദാസ് തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടതായും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദിനേശ് KK, ശരത് S, ജയപ്രസാദ് എന്നിവരാണ് സീക്രട്ട് മുറിയിലിരുന്ന് ഫോൺ ചോർത്തി റെക്കോർഡ് ചെയ്യുന്നത്. കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നുണ്ട്. സ്വർണ്ണക്കടത്തിന് പുറമെ കുഴൽപ്പണക്കാരുടെയും പണം സുജിത് ദാസും സംഘവും തട്ടിയെടുക്കുന്നുണ്ട്. ADGP അജിത് കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് തനിക്കറിയില്ല. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നും അൻവർ ചോദിച്ചു. സ്വർണ്ണക്കടത്തിന് പിടിയിലായവരുടെ വീടുകളിൽ രാത്രി ഡാൻസ് ഓഫ് സംഘം എത്തി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. വീടിന്റെ ടെറസിൽ കയറി വാട്ടർ ടാങ്ക് പൂട്ടുകയാണ് ഡാൻസ് ഓഫിന്റെ പതിവ്. ടാങ്ക് നോക്കാൻ വേണ്ടി സ്ത്രീകൾ മുകളിലേക്ക് വരുമ്പോൾ പീഡിപ്പിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. തന്നെ കുരുക്കാനായി പല രീതിയിലും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തനിക്കെതിരെ പല രീതിയിലും അന്വേഷണവും നടക്കുന്നുണ്ട്. ഇവർ കുലുക്കിയാലൊന്നും താൻ കുലുക്കാൻ പോകുന്നില്ലെന്നും അൻവർ പറഞ്ഞു. നാടുകാണി ചുരത്തിൽ മരം കയറ്റിവന്ന ലോറി തകരാറിലായി. അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം സ്തംഭിച്ചു. തമിഴ്നാട്ടിൽ നിന്നും മരം കയറ്റി വന്ന ലോറി പോപ്സൺ എസ്റ്റേറ്റിന് സമീപമാണ് തകരാറിലായത്. കേരള അതിർത്തിക്ക് 2 കിലോമീറ്റർ മുകളിലായാണ് ലോറി തകരാറിലായി കുടുങ്ങിയത്. ഇതേ തുടർന്ന് നാടുകാണി ചുരം പാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ബൈക്ക് യാത്രക്കാർക്ക് മാത്രമേ ഇതുവഴി കടന്നു പോകുവാൻ സാധിച്ചുള്ളൂ. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനിയിലേക്കുള്ള മരമാണ് ലോറിയിലുണ്ടായിരുന്നത്. ജില്ലയിൽ അരയ്ക്ക് താഴെ തളർന്നവരും വിവിധ തരത്തിൽ പുറം ലോകം കാണാൻ കഴിയാത്തവരുമായ മുഴുവൻ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കും പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ഭിന്നശേഷി സൗഹൃദ മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി 3.50 കോടി ചെലവഴിച്ച് 225 പേർക്കാണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംയുക്ത പദ്ധതിയായാണ് മാതൃകാ പ്രോജക്ട് നടപ്പാക്കിയത്. വീൽ ചെയർ വിതരണോദ്ഘാടനം മലപ്പുറം വാരിയൻകുന്നത്ത് സ്മാരക ടൗൺ ഹാളിൽ PK കുഞ്ഞാലിക്കുട്ടി MLA നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷയായി. P. ഉബൈദുള്ള MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ NA കരീം, സറീന ഹസീബ്, നസീബ അസീസ്, ആലിപ്പറ്റ ജമീല, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കലാം മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PV മനാഫ്, KT അജ്മൽ, PP മോഹൻദാസ്, സെക്രട്ടറി S. ബിജു, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷിബ മുംതാസ് എന്നിവർ സംസാരിച്ചു. മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 60 പേർക്ക് ജില്ലാ പഞ്ചായത്ത് വീൽ ചെയറുകൾ ലഭ്യമാക്കിയിരുന്നു. ഇതോടെ അർഹരായ എല്ലാവർക്കും ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കാനായി. ആദ്യഘട്ടത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലും തുടർന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥയായാണ് പദ്ധതി നടപ്പാക്കിയത്. ആദ്യഘട്ടത്തിൽ സർക്കാർ ഏജൻസിയായ കെൽട്രോൺ വഴിയും രണ്ടാം ഘട്ടത്തിൽ ഓപ്പൺ ടെൻഡർ വഴി തിരഞ്ഞെടുത്ത സ്വകാര്യ സ്ഥാപനവുമാണ് ജില്ലാ പഞ്ചായത്തിന് വീൽ ചെയർ സപ്ലൈ ചെയ്തത്. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആതുര സേവന രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ വെൽനസ് പോളിക്ലിനിക്. ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി, ഫാർമസി, ECG, പ്രൊസീജിയർ, നെബുലൈസേഷൻ, ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ. വെൽനസ് പോളിക്ലിനിക്, മെയിൻ റോഡ്, ചക്കാലക്കുത്ത് ജംഗ്ഷൻ, നിലമ്പൂർ. ഫോൺ 9495992276 9495222944. നേത്രപരിചരണം വിശ്വസ്തമായ കൈകളിൽ. ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ. നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 04931221501. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. അനിയന്ത്രിത തിരക്ക് കാരണം പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത കസ്റ്റമേഴ്സിന്റെ താല്പര്യം പരിഗണിച്ച് മയൂരിയുടെ 2 days ഡേ ആൻഡ് നൈറ്റ് ഓഫർ 2 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു. ഈ ഓണത്തിന് 10 കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മയൂരി നിങ്ങളെ വരവേൽക്കുന്നു. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഉപകരണങ്ങൾ ഇതിലും വില കുറഞ്ഞ് ലഭിക്കില്ല. വാർത്തകൾ തുടരുന്നു. ഖദീസുമ്മാന്റെ ആഗ്രഹത്തെ ചേർത്ത് പിടിച്ച് സഹായ് യുവജന സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ വീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വീട് താമസയോഗ്യമാക്കി മാറ്റി. നിലമ്പൂർ നഗരസഭയിലെ രാമം കുത്തുവാടിൽ 1000 വീട് കോളനിയിൽ താമസിക്കുന്ന ഖദീസുമ്മയുടെ വീടാണ് സഹായ് സംഘത്തിന്റെ പ്രവർത്തകർ ചേർന്ന് വാസയോഗ്യമാക്കി മാറ്റിയത്. നമ്മുടെ ഖദീസാത്ത 14-ാം വയസ്സിൽ കോഴിക്കോട് നിന്ന് നിലമ്പൂരിലേക്ക് എത്തിയതാണ്. ഒരുപാട് വർഷങ്ങൾ പല ഏരിയകളിൽ വാടകയ്ക്കൊക്കെ താമസിച്ചു. അവസാനം 20-25 വർഷമായിട്ട് ഈ വീട് അന്നത്തെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 1000 വീട് പദ്ധതി പ്രകാരമുള്ള വീടായിരുന്നു. ഇപ്പം കുറേ മുമ്പ് ഈ പ്രദേശത്തെ സഹായിയുടെ മെമ്പർമാർ ഞങ്ങളുമായി സംസാരിച്ചു. വീട് ചോർന്നൊലിക്കുകയാണ്. അതോടൊപ്പം 2 ഡോറുകളുണ്ട്. ആ ഡോറിന് 2ഉം ചെതലരിച്ച് താമസയോഗ്യമല്ലാത്ത രീതിയിലാണ്. അവർ കിടക്കാൻ, രാത്രി ഉറങ്ങാൻ അയലത്തുള്ള വീട്ടിലാണ് കിടന്നുറങ്ങാറ്. ഭക്ഷണം കാര്യങ്ങളൊക്കെ അയൽവാസികളൊക്കെ കൊടുത്തിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞു. ആ സമയത്ത് തന്നെ സഹായ മനസ്സുള്ള ആളുകളുമായി, സുഹൃത്തുക്കളുമായി സംസാരിച്ചു. ഈ വീടിൻ്റെ ചോർന്നൊലിക്കുന്ന ഭാഗം അത് ശരിയാക്കാനും തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഇത് വൃത്തിയാക്കാൻ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. ചോർന്നൊലിക്കുന്ന പുരയിൽ വർഷങ്ങളായ ഒറ്റയ്ക്ക് ഖദീസുമ്മ ആരോടും പരാതി പറയാതെ കഴിഞ്ഞിരുന്നത്. ഇക്കാര്യം സഹായ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സംഘത്തിലെ അംഗങ്ങൾ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വീട് വാസയോഗ്യമാക്കി. എൻ്റെ യുക്തി കൊണ്ടും കൗശലം ഞാനിങ്ങനെ നടന്നു പോണത്. അല്ലാതെ ആരും തന്നിട്ടും ആരെങ്കിലും ആയിട്ട് നമുക്ക് 10 പൈസ തരാനും, ഇനിയിപ്പോൾ ആസ്പത്രിയിൽ പോയി മരുന്നിന് യാതൊരു ഇതില്ല, മരുന്ന് ഒക്കെ കിട്ടും. ഇനി ഡോക്ടർമാരായാലും ഓരോട് ഏത് കാര്യം പറയും ഒക്കെ ചെയ്യും. അങ്ങനെ ഞാൻ കള്ളവണ്ടി കയറി പോന്നതാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ നിലമ്പൂരാണ് ആദ്യം വന്നത്.
നിലമ്പൂർ അന്ന് ലാഭസഭ ഉണ്ടായിരുന്നു നിലമ്പൂർ. അപ്പോൾ അവിടെയാണ് വന്ന് ഇന്ന അറിയുന്ന ആളാണ്. ഈ കൂട്ടത്തിലുള്ള ഇന്ന അറിയുന്ന ആളായാലും ഒരാൾ നമ്മളെ തിരിഞ്ഞു നോക്കാനില്ലേനു. ഒരാളും ഒരു മനസ്സനും നമ്മളെ യുക്തിയും കൗശലം കൊണ്ട് അങ്ങനെ പോയതാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹായ സെക്രട്ടറി ഷാജഹാൻ പൈമ്പാടം, പ്രസിഡന്റ് സക്കീം ഉൽവാൻ, മുത്തു പാടിക്കുന്ന്, ഷബീർ ബിനറോപടി, റഹ്മത്ത് പാടിക്കുന്ന്, ശ്രീധരൻ വല്ലപ്പുഴ, നഹാസ് STD, ഉബൈദ്, ഫജീഷ് എറഞ്ഞിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ട്രൈബൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി നിലമ്പൂരിൽ PSC കോച്ചിംഗ് ക്യാമ്പും ഗൈഡ് വിതരണവും നടത്തി. മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് നിലമ്പൂർ DYSP PK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അസൂയയാണ് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. ഞങ്ങൾക്കൊന്നും ഒന്നും കിട്ടാതെ സ്വയം കണ്ടെത്തിയ മാർഗത്തിലൂടെയാണ് ഞങ്ങൾ ഇന്ന് ഇരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുള്ളത്. നാളെ നിങ്ങളും ഇതേപോലെ പോസ്റ്റിലിരുത്തി ഞങ്ങൾ താഴെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കാരണം PSC പരീക്ഷ എന്ന് പറഞ്ഞ ഇപ്പോൾ മനോജ് പറഞ്ഞു, നമ്മളെ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി നിങ്ങളിൽ നിന്ന് ആ മനോധൈര്യത്തിൻ്റെ ഒരു ഉദാഹരണം ഒരാൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് നമുക്ക് വളരെ ഉന്നതിയിലേക്ക് എത്തിപ്പെടുത്തുവാൻ സാധിക്കും. കാരണം ഞാനിപ്പോൾ ഇവിടെ വരുന്നത് വയനാട് SMS DYSP അവിടെ നിന്നാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നിലമ്പൂരിലേക്ക് വന്നത്. ഞാൻ ഇടക്കര CA ആയിരിക്കുന്ന സമയത്തും പല പ്രദേശങ്ങളിലെ പല മേഖലകളിലെ കോളനികളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. കോളനി എന്നേ പറയാൻ പാടില്ല, കാരണം അത് നമ്മളിപ്പോൾ എടുത്തു കളഞ്ഞ ഒരു വേർഡ്സാണ്. പക്ഷെ നമ്മളത് ശീലിച്ച പോയതുകൊണ്ടാണ് പറയുന്നത്. നിലമ്പൂരിൽ ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ വയനാടിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്. ഞാൻ ഇസ്മയിൽ അവരോട് പറഞ്ഞതാണ്, ഞാൻ വയനാട് ഒരു ക്ലാസ് സംഘടിപ്പിക്കണമെന്നുള്ള പ്രയാസങ്ങൾ. അതേ അവസരത്തിൽ നിലമ്പൂരിൽ വന്നപ്പോൾ ഇവിടെ നിങ്ങളെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും പോലീസിന്റെ ഭാഗത്തുണ്ടാവും. PSC പരീക്ഷ പാസ്സാവും. ഇനി IAS എടുക്കണം, IPS എടുക്കണം. അങ്ങനെ സമൂഹത്തിലെ ഉന്നത നിലവാരത്തിലുള്ള പോസ്റ്റുകളിൽ നിങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള ഒരു വഴികാട്ടി മാത്രമാണിത്. ഞങ്ങൾ എല്ലാവിധ സഹായവും പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ട്രൈബൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ഉറപ്പുവരുത്തുക ലക്ഷ്യമിട്ടാണ് PSC കോച്ചിംഗ് നടത്തുന്നതെന്ന് DYSP പറഞ്ഞു. നാളെയുടെ വാഗ്ദാനമായി കൂടുതൽ പേർ സർക്കാർ സർവീസിലേക്ക് എത്തണമെന്നും ഇതിനായുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞായറാഴ്ച നെടുങ്കയം പാലത്തിൽ നിന്നും കരിമ്പുഴയിലേക്ക് വീണ 3.5 വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയത് ട്രൈബൽ മേഖലയിൽ നിന്നും പോലീസിലെത്തിയ സജി രാജാണ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് രക്ഷപ്പെടുത്തിയത്. ഇത് അഭിനന്ദനാർഹമാണെന്നും DYSP പറഞ്ഞു. നിലമ്പൂർ CI മനോജ് പറയട്ട അധ്യക്ഷത വഹിച്ചു. ട്രൈബൽ പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി. ASI മനോജ്, ഫസീല, അജിത എന്നിവർ സംസാരിച്ചു. അനൂപ് ക്ലാസ് എടുത്തു. PSC ഗൈഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. 170 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ട്രൈബൽ മേഖലയിൽ നിന്നും PSC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ നിരവധി പേർക്ക് ജോലി നൽകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. 2018 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവിൽ താമസിച്ചിരുന്ന 42ഓളം പട്ടികവർഗ കുടുംബങ്ങൾ താൽക്കാലികമായി താമസിച്ചു വരുന്ന ചെമ്പൻകൊല്ലി നഗറിൽ വെച്ച് MES മമ്പാട് കോളേജിലെ ധനശാസ്ത്ര വിഭാഗവുമായി സഹകരിച്ച് പോലി ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ ആശയ സംവാദവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കലാപരിപാടികളും സംഘടിപ്പിച്ചു. നഗറിലെ ആളുകൾക്കിടയിലുള്ള മുറുക്ക്, പുകവലി, മദ്യപാനം, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെയും ക്യാമ്പിൽ പങ്കെടുത്ത കോളേജിലെ കുട്ടികൾക്ക് പ്രത്യേകമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നൽകി. ക്യാമ്പിന്റെ ഭാഗമായി നഗറിൽ കോളേജ് ധനശാസ്ത്ര വിഭാഗത്തിന് കീഴിൽ പ്രത്യേകമായി സാമൂഹിക സർവേ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സമർപ്പിക്കും. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ RP സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങ് സർക്കിൾ ഇൻസ്പെക്ടർ KT സജിമോൻ ഉദ്ഘാടനം ചെയ്തു. മമ്പാട് കോളേജിലെ ധനശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ സലീം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സജിത പ്രദീപ്, എക്കണോമിക്സ് HOD ജസീമ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു. ഉദ്യോഗസ്ഥരും കുട്ടികളും ചെമ്പംകൊല്ലിയിലെ യുവാക്കളും ചേർന്ന് ഭക്ഷണമൊരുക്കുകയും എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് ദാസ് നന്ദി അറിയിച്ചു. കുട്ടികൾക്കായി ഊരുമൂപ്പൻ, ചാത്തൻ, വനസംരക്ഷണ സമിതി നേതാക്കളായ മാധവൻ, സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗോത്രവിഭാഗത്തിന്റെ തനത് കലാരൂപമായ വട്ടക്കളി, കൊളൽ, മറ എന്നിവ ഉപയോഗിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് പ്രിവന്റീവ് ഓഫീസർമാരായ പ്രമോദ് ദാസ്, സുഭാഷ് C, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാകേഷ് ചന്ദ്രൻ P,
നിതിൻ MS, ജംഷീദ് M, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സനീറ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പ്രദീപ് കുമാർ K എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.